ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി സുധിയോട് പറയാണ്, നിന്നെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടാ. എൻ്റെ പൈസ നീ തന്നിരിക്കണം, എനിക്ക് തന്നേ മതിയാവുള്ളൂ. നീ പല പ്രാവശ്യം പലരെയും പറ്റിച്ചിട്ടുണ്ട്, അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ വിട്ടു തരില്ല. എൻ്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അല്ലെങ്കിലും അത് ശരി തന്നെയാണ്. അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയി സുധിച്ചേട്ടൻ, അതിൽ കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കരുതാം. പക്ഷേ സച്ചേട്ടൻ്റെ പണത്തിൽ നിങ്ങൾക്ക് യാതൊരു അധികാരമില്ല. അപ്പോൾ സച്ചേട്ടൻ ചോദിക്കണ പൈസ നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളത്. ഇവിടെ സുധിയാണെങ്കിൽ എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ്? എടാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ പണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ സച്ചിയുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ. എടാ സച്ചി, എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. എനിക്കിപ്പോൾ പണം തരാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ പണം തരുന്നത്? രേവതിക്ക് അമ്മ വള കൊടുത്തല്ലോ. വള കൊടുത്തെന്നോ രേവതിക്കോ? ഒരു ഭിക്ഷക്കാശ് എന്ന രീതിയിൽ അമ്മ രേവതിയുടെ മുഖത്തേക്ക് ആ വള വലിച്ചെറിയുകയാണ് ചെയ്തത്. അത് കൊടുത്തെന്നായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞങ്ങൾക്കത് വേണ്ട, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ ഞങ്ങളുടെ സ്വർണം എടുത്ത് വിറ്റത് നീയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തന്നേ മതി അവളുടെ സുധി എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിനക്ക് നാണം ഉണ്ടോടാ? മറ്റുള്ളവരുടെ ഭാര്യയുടെ പൈസയും കൊണ്ട് ജീവിക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതി എടുത്ത് വായിക്കും, സച്ചി ഇങ്ങനെ സംസാരിക്കരുത്, സുധി ഇങ്ങനെ നാണം കെടുത്തരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാണം കെടുത്താനോ? ഇവൻ നാണം കെട്ട പ്രവൃത്തി ചെയ്തിട്ടല്ലേ ഞാൻ നാണം കെടുത്തുന്നത്. അപ്പോൾ എൻ്റെ പണം എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. സച്ചി, നിൻ്റെ പണം ഞാൻ തന്നേക്കാം. ആഹാ, കൊള്ളാം. ഒരു ഡയലോഗും പറഞ്ഞിവിടുന്നത് മുങ്ങാനുള്ള പുറപ്പാടാണല്ലേ? നടക്കില്ലതൊന്നും. പണ്ടത്തെ പോലെ ഇങ്ങനെ ഡയലോഗും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി. എന്നിട്ട് അതിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെയും തന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇല്ല സച്ചി, എപ്പോഴും പറയുന്നത് പോലെയല്ല. നിനക്ക് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും. പക്ഷെ അങ്കിളെ, എനിക്ക് കുറച്ച് സാവകാശം വേണം അങ്കിളെ. എനിക്ക് ആ പൈസ ഉണ്ടാക്കാനുള്ള സാവകാശം വേണം എന്ന് പറയാം. ഇപ്പം സച്ചി ആണെങ്കിലും ശരി, 1 മാസത്തെ സമയം, അതിനുള്ളിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഞാൻ ആരാണെന്നുള്ള വിവരം ശരിക്കറിയും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് തകർത്തടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയണം, അയ്യോ ആൻറ്റിയുടെ വള ഇവിടെ ഇരിക്കുകയല്ലേ, ആൻറ്റിയുടെ വള ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടുത്തു വായിക്കും സുധി. ആ വള ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ, അയ്യോടാ വേണ്ട, നിങ്ങൾ സൂക്ഷിച്ചെടുത്തോളം മതി, അതും വിറ്റ് നിങ്ങൾ പൈസയാക്കും എന്ന് ശ്രുതി അവിടെ നാണം കെടുത്തുക. അപ്പോൾ ശ്രുതിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രുതി, വേണ്ട, വള ഞാൻ ഏതായാലും ആൻറ്റിയുടെ കയ്യിലേക്ക് കൊണ്ട് ഞാൻ തന്നെ കൊടുത്തോളാം. അപ്പം മേടിച്ചില്ലെങ്കിലോ? നോക്കാം, മേടിക്കോ ഇല്ലേന്ന് ആൻറ്റിയുടെ അടുത്ത് ചെന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ ആൻറ്റിയുടെ അടുത്ത് ചെന്ന് ഈ വള കൊടുത്തോളാം എങ്ങനെയെങ്കിലും, ബാസുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സച്ചിക്കും രേവതിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കാലി സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടും ന്യായീകരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, ഓരോ ന്യായീകരണവും മുന്നിൽ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ റൂമിൽ ഭയങ്കര കലിപ്പിലിരിക്കുക. അപ്പോൾ ഭാമ വന്നിട്ട്, എന്താ ചന്ദ്ര ഇത്, നീയെങ്കിലും പോയി രവിയേട്ടനോട് സംസാരിക്കുക, നീ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നീ നിൻ്റെ മോനെ വളർത്തി വഷളാക്കി, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. നീ പോയി രവിയേട്ടനോട് സംസാരിക്കില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സംസാരിക്കില്ല. നീ രേവതിയോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. മാപ്പ് പറയാനും ഞാൻ അവളോടോ? ഒരിക്കലുമില്ല. ഞാനിതിന് അവളോട് മാപ്പ് പറയുന്നത്? ഒരു 10 പവൻ തികച്ചില്ല, എന്നിട്ടാണല്ലോ അഹങ്കാരം. അവളുടെ മുന്നിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തല്ലോ, അതൊക്കെ മതി. ഞാൻ അവളോട് ജന്മത്തിൽ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് ചന്ദ്ര അങ്ങനെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധി ഡോറിൽ കൊട്ടുന്നത്. അപ്പോൾ കഥ തുറന്നിപ്പോൾ ഇവർ രണ്ടുപേരും നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട്, ആൻറ്റി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി. ഇവിടെ അകത്തുണ്ട്. അങ്ങനെ, ആൻറ്റി എന്ത് പരിപാടിയാണ് ആൻറ്റി ഇത്? ഈ റൂമിൽ തന്നെ അടഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ആൻറ്റി പോയി അങ്ങളോടൊന്ന് സംസാരിക്കുക. ആൻറ്റിയുടെ വള എന്ന് പറഞ്ഞു കൊടുക്കണം. നീ എന്തിനാ ഈ വള എടുത്തുകൊണ്ട് വന്നത്? ഞാനത് രേവതിയുടെ മുന്നിൽ വലിച്ചെറിഞ്ഞ് കൊടുത്തല്ലേ, നീ എന്തിനാ ഈ വള എടുത്തുകൊണ്ട് വന്നത്? എനിക്ക് വേണ്ട ഈ വള. ആൻറ്റി, അതല്ല, രേവതിക്ക് ഈ വള വേണ്ടെന്നാ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അവന് കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം ആൻറ്റി ഇങ്ങനെ വാശിയും വരേകയും വെച്ചുകൊണ്ട് റൂമിലിരുന്നാൽ ശരിയാവില്ല. ആൻറ്റി ഈ വള മേടിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ആൻറ്റി അങ്ങനെ പറയരുത് ആൻറ്റി.
ഞാൻ ഒരു കണക്കിന് ഇതെല്ലാം സോൾവ് ആക്കിയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാം സുധിയുടെ തെറ്റ് തന്നെയാണ്. ആൻറ്റി ഞങ്ങളോട് സത്യം പറയണമായിരുന്നു. എന്നോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു ആൻറ്റി. എന്ത് ചെയ്യാനാണ് എൻ്റെ കഷ്ടകാലം. അപ്പോഴേക്കും സുധിയാണെങ്കിൽ ചന്ദ്രയുടെ കാൽക്കൽ വീഴുകണേ, അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാറടാ നീ കാരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ പിടിച്ച് ഭയങ്കര അടിക്കുകയാണ്. നിന്നെയൊക്കെ ഞാൻ സ്നേഹിച്ചു പോയി, അതുകൊണ്ടാണ് നീ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സറിഞ്ഞിട്ട് ആ സ്വർണ്ണം ഞാൻ എടുത്തു തന്നത്. ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഞാൻ കള്ളിയായില്ലേ, എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരി ആയില്ലേ? ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് സുധി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലേ. എന്ത് സിറ്റുവേഷൻ? അപ്പോഴേക്കും ബാമ്മയാണെങ്കിൽ എടാ നിനക്ക് നാണമുണ്ടോടാ ചന്ദ്രേ, നീ പറയാറുണ്ടല്ലോ സുധിക്ക് ബുദ്ധി കൂടുതലാണെന്ന്. ശരിക്കും പറഞ്ഞാൽ സുധിയെ തീരും മണ്ടന ബുദ്ധിയുള്ളതേ സച്ചിക്ക. കണ്ടില്ലേ സച്ചി ഒരു ചെറുനാരങ്ങ വെച്ചിട്ട് ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചത്. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി എന്താ പറയുന്നത്? സച്ചിക്ക് ബുദ്ധിയുണ്ടെന്നോ? എനിക്ക് 7 ഡിഗ്രി ഉണ്ട്, എനിക്കാ ബുദ്ധി കൂടുതൽ. എടാ പൊട്ടാ, നീ 7 ഡിഗ്രിയും വെച്ചുകൊണ്ടിരുന്നോടാ. നീ തിരുമണ്ടന. ഇപ്പോഴും നീ തെളിയിച്ചു നീ തിരുമണ്ടനാണെന്ന്. സച്ചിയുടെ പൈസ അടിച്ചുകൊണ്ട് പോയി അവനെ പറ്റിച്ചിട്ട് ഇപ്പൊ കിടന്ന് ചുറ്റിക്കളങ്ങുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ദൈവമേ എൻ്റെ ഒരു വിധി, ഇവനെയൊക്കെ വളർത്തിയ നേരം കൊണ്ട് എനിക്ക് വേറെ വല്ല പണിയും ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആൻറ്റി പോയതൊക്കെ പോയി, ആൻറ്റി വന്ന് അങ്കിളോട് സംസാരിച്ച് ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്ക്. ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ആൻറ്റി. അങ്കിൾക്ക് അത് വല്ലാത്തൊരു സങ്കടമായി. ആൻറ്റി തന്നെ പോയി സംസാരിച്ചാലേ അങ്കിൾ മിണ്ടോളൂ. ഞാൻ ഈ വളതെ ആൻറ്റിയുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും അവിടെ ഇറങ്ങി പോവാണ്. ചന്ദ്രയ്ക്കാണെങ്കിലൊക്കെ കലിയും വരിക. അപ്പോൾ ഭാമയാണെങ്കിൽ ചന്ദ്രയെ അവർ പറഞ്ഞ സത്യം തന്നെയാണ്, നീ പോയി രവിയോട് സംസാരിക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭാമയും അവിടെ നിന്ന് പോകാനുള്ള ശ്രമത്തിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ വരാന്തയിലിരിക്കുക. അപ്പോൾ സച്ചി വന്നിട്ട് രേവതി നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നു, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. സച്ചിയേട്ടാ അമ്മ പറയുന്നത് കേട്ടില്ല സച്ചിയേട്ടാ, എന്ത് തെറ്റാണ് എൻ്റെ വീട്ടുകാർ ഞാനൊക്കെ അമ്മയോട് ചെയ്തത്, എന്നിട്ട് കുറ്റം മുഴുവനും ഞങ്ങളുടെ തലയിലാണല്ലോ സച്ചിയേട്ടാ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സച്ചിയേട്ടാ. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവരുടെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കും വർഷ വരികയാണ്. ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതല്ല വർഷേ, ഇപ്പം കണ്ടില്ലേ ആൻറ്റി അങ്കിളും പോലും മിണ്ടുന്നില്ല. എനിക്കതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അവർ മിണ്ടണ്ടില്ലെങ്കിൽ മിണ്ടണ്ടെന്നേ, അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. ആ പ്രശ്നം അവർ തീർത്തോളും, നമ്മൾ അതിൽ കയറി ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നേ. ആൻറ്റി റൂമിൽ കയറി അടച്ചിരുന്നില്ലായിരുന്നോ? ആ സമയത്ത് ബാമാൻറ്റിയെ വിളിക്കണ്ടായിരുന്നു. അത് പിന്നെ രേവതി അമ്മ ഇറങ്ങി വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ബാമാൻറ്റിയെ വിളിച്ചത്. ബാമാൻറ്റിയെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായില്ലേ. അപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ എന്തിനാ ബാമാൻറ്റിയെ വിളിക്കാൻ പോയത്? ആൻറ്റി ഇറങ്ങി വരുമെങ്കിൽ ഇറങ്ങി വരും, വിശന്ന് കഴിയുമ്പോൾ തന്നെത്താനെ ഇറങ്ങി വരുവുള്ളന്നേ. അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയല്ലേ. എൻ്റെ വർഷേ, നീ ഇത്ര ഇതുകൊണ്ട് അമ്മയെ ശരിക്കും പഠിച്ചല്ലോ എന്ന് സച്ചിൻ ചോദിക്കണം. പിന്നെ അല്ലാതെ എനിക്ക് ആൻറ്റിയെ ശരിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ തലയിടാനായിട്ടൊന്നും പോകില്ല. പിന്നെ അവർ തമ്മിലുള്ള സംസാരം അവർ സംസാരിച്ചോളും, നമ്മളതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അതല്ല വർഷേ, ഇപ്പോൾ ഞാനും സച്ചിനും തമ്മിലുള്ള വഴക്കാണെങ്കിൽ, അല്ലെ നീയും ശ്രീകാന്ത് തമ്മിൽ വഴക്കാണെങ്കിൽ ഇവർ വന്ന് സോൾവ് ആക്കൂലേ? അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ആക്കണ്ടേ? ഇപ്പോൾ സച്ചി നമ്മൾ രണ്ടുപേരും വഴക്കിട്ടിരുന്ന ആൻറ്റി വന്ന് സോൾവ് ആക്കുമെന്നാണോ? ഒരിക്കലുമില്ല. അതല്ല, അച്ഛൻ വന്ന് സോൾവ് ആക്കാറില്ലേ? അപ്പം അച്ഛൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മക്കളല്ലേ സോൾവ് ആക്കേണ്ടത്? നമ്മളിങ്ങനെ മാറിയിരുന്നാൽ ശരിയാവോ സച്ചിയേട്ടാ? എൻ്റെ വർഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ അമ്മ ആ അമ്മ വന്ന് നിന്നോട് എന്തെങ്കിലും കയർത്ത് സംസാരിച്ചു, നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, നീ എന്ത് ചെയ്യും വർഷേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ആൻറ്റി എന്നോട് കയർത്ത് കയറുന്നെങ്കിൽ, വഴക്ക് പറയുന്നതെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒന്ന് പറഞ്ഞാൽ 10 അങ്ങോട്ട് തിരിച്ചു പറയും. എൻ്റെ അടുത്ത് അടവൊന്നും നടക്കില്ലേ എന്ന് നമ്മുടെ വർഷയോടെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി കേട്ടോ, വർഷ പറഞ്ഞത് കേട്ടോ, രേവതി നീ എല്ലാം ഇങ്ങനെ പറയുന്നത് മുഴുവൻ നീ കേട്ടിരുന്നിട്ടാണ് അമ്മ നിന്റെ തലയിൽ കയറുന്നത്. പറഞ്ഞാൽ തക്ക മറുപടി അങ്ങോട്ടും കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും തലയിൽ കയറി നിരങ്ങുക തന്നെ ചെയ്യും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടവും വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ പാടാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക.
അങ്ങനെ ഈ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുക. രവിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഞാൻ പറയുന്നൊന്ന് കേക്കച്ചാ, അച്ഛൻ അമ്മയോട് സംസാരിക്ക് എന്ന് രേവതി പറയുകയാണ്. ഇല്ല മോളെ, ഒരിക്കലുമില്ല, അവൾ ചെയ്ത് തെറ്റിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് പറയാണ്. അച്ഛാ എന്താ ചെയ്ത് ഞങ്ങളോട് മാപ്പ് പറയാനോ? അച്ഛാ ആ സ്വർണം എവിടെയാണെന്ന് ആരെടുത്തെന്ന് തെളിയിക്കണം, അത്രയും മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അത് തെളിയുകയും ചെയ്തു. അതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്, അല്ലാണ്ട് അച്ഛൻ എന്തിനാ മാപ്പ് പറയുന്നത്? അമ്മ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടുന്ന ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അമ്മ അങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത്. അച്ഛൻ ഞങ്ങളോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാതിരിക്കരുത്, നിങ്ങൾ സംസാരിക്കണം അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, അവളോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കി രേവതി, എന്ത് ചെയ്താലും നിന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടെത്തിയ മരുമകളാണ് നീ, അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. ചന്ദ്ര ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിന്റെ നേരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോഴും അത് തുടരുന്നു. എത്ര പറഞ്ഞു കൊടുത്താലും ചെവിയിൽ കയറത്തുമില്ല. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ് മോളെ രേവതി. നീ എന്തോരം സഹിച്ചു മോളെ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സങ്കടം തോന്നുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര വന്ന് പുറകെ നിൽക്കുക. അപ്പോൾ സച്ചിയാണെങ്കിൽ അച്ഛാ ഇനി നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ തീർത്തോ, ഇനി ഞാൻ ഇടപെടാനായിട്ട് വരുന്നില്ല. രേവതി എനിക്ക് ഓട്ടം പോകാനുണ്ട്. രേവതി ഫുഡ് വല്ലതും ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോഴേ അയ്യോ സച്ചിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. എങ്കിൽ വാ ഉണ്ടാക്കാം നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ ചന്ദ്ര വന്നിട്ട് നേരെ രവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. രവിയേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പക്ഷെ രവി മുഖത്ത് പോലും നോക്കുന്നില്ല. രവിയേട്ടാ എന്തിനാ രവിയേട്ടാ ഇങ്ങനെ വഴക്കിട്ട് നിൽക്കുന്നത്? ഞാൻ രവിയേട്ടനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് രവിയേട്ടാ. പക്ഷേ ചന്ദ്രയുടെ വാക്ക് പോലും കേൾക്കാതെ രവി അവിടുന്ന് ഫോൺ എടുത്തുകൊണ്ട് മോളെ രേവതി എനിക്കുള്ള ചായയെ റൂമിലേക്ക് എത്തിച്ചേക്കേ എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടുന്ന് പോവാണ്. ചന്ദ്രയ്ക്ക് അത് വല്ലാത്തൊരു സങ്കടം തോന്നി. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതി ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞ് വിളിച്ചത് അമ്മയും അച്ഛനും കൂടി സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതൊന്നും നടന്നില്ല. അവർ തമ്മിലുള്ള പ്രശ്നം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേവതി. അച്ഛൻ ഭയങ്കരമായിട്ടും മനസ്സ് മാറിയിരിക്കുന്നൊരവസ്ഥയിലാണ്. ഇനി നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ രേവതി അടുക്കളയിൽ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരിക. ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് നീ ഇവിടെ എന്തുണ്ടാക്കിയാണ്? കണ്ടില്ല അമ്മേ, ഞാൻ ഭക്ഷണം കഴിക്കാനുണ്ടാക്കുക. അമ്മ പോയി ഇരുന്നോ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം. നിൻ്റെ ഒരു ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. നിനക്ക് സമാധാനമായല്ലോ? സമാധാനമായല്ലോ എന്നോ? എന്ത് സമാധാനം? രവിയേട്ടനെ എന്നെയും കൂടി തെറ്റിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. നീ ഓരോ കാര്യങ്ങളും രവിയേട്ടൻ്റെ ചെവിയിൽ ഇങ്ങനെ ഓതി കൊടുത്തല്ലേ രവിയേട്ടൻ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിശക്കുന്നത് കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ അവിടെ പോയിരിക്കുക, ഞാൻ വിളമ്പിത്തരാന്നേ. എടി നീ എന്നെ എന്താ കളിയാക്കുകയാണോ? കൂടുതൽ കളിയാക്കാൻ നിൽക്കരുത്. നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം. കുടുംബത്തിൽ ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ കിടന്ന് ചിലയ്ക്കുന്നു. അമ്മേ നല്ല ഭൂരി മസാലയാ. അമ്മയുടെ വായയിൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മ ആ വെള്ളം ഇറക്കാതെ അമ്മ പോയി അവിടെ ഇരിക്കുക, നല്ല ഭൂരി മസാല തിന്നാം. ഇവളെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അങ്ങനെയും പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് അരിശം വരിക അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. രേവതിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയും ചന്ദ്രയുടെ വായ എങ്ങനെയും അടപ്പിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് രേവതി അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.